അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് മക്കളെ, സുഖമല്ലേ? എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും വലിയ കുഴപ്പമൊന്നുമില്ല, സുഖം തന്നെയാണ്. പിന്നെ ഇന്ന് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? സോഷ്യൽ മീഡിയയെക്കുറിച്ചാണെന്ന് പറയുന്നത്. നമ്മളെ ലൈവുകൾ, ഞാൻ ലൈവ് ഇടുന്ന ആളാണ്. അതുമാതിരി ഒരുപാട് ആൾക്കാർ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ലൈവ് ഇടുന്നുണ്ട്. ഈ ലൈവിൽ വരുന്ന സ്ത്രീകളും പെൺകുട്ടികളും നന്നായിട്ട് ശ്രദ്ധിച്ചോളിയും, ആണുങ്ങളും ശ്രദ്ധിച്ചോളിയും. കാരണം എന്താ വെച്ചെങ്കിൽ നിങ്ങൾക്കും എല്ലാവർക്കും കുടുംബവും കൂട്ടവും മക്കളും പേരക്കുട്ടികളും എല്ലാവരും ഉള്ളതാണ്. ഇതിൽ 2 ഐറ്റം ആളുകളുണ്ട്. കാരണം പുരുഷന്മാരെ മോശമാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ത്രീകളുണ്ട്, സ്ത്രീകളെ മോശമാക്കാൻ വേണ്ടിയിട്ടുള്ള ആണുങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ശ്രദ്ധിച്ചോളിയും. ഒരു ലൈവിലും, ഏത് ലൈവിലാണെങ്കിലും, എൻ്റെ ലൈവാണെങ്കിലും ശരി, ഇനി പുറത്തുള്ളവരുടെ ലൈവാണെങ്കിലും ശരി, നിങ്ങളെ പോകുന്ന ലൈവിൽ നിങ്ങൾ ആ ലൈവിൽ പോകുക, അവിടെ സംസാരിക്കുക, അവിടെ വെച്ചത് നിർത്തുക. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളൊരു ബന്ധം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കുടുംബം നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചോളൂ. ഇത് സോഷ്യൽ മീഡിയ പറയുന്ന ഒരു ചതിക്കുഴിയാണ്. കാരണം ചതിക്കുഴി എന്ന് പറഞ്ഞാൽ പെരും ചതിക്കുഴിയാണിത്. അപ്പോൾ ഇതിൽ ബുദ്ധിപരമായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല, അത് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ കുടുംബം തന്നെ നഷ്ടപ്പെട്ടേക്കാം. ഭർത്താവ് നഷ്ടപ്പെട്ടേക്കാം, മക്കൾ നഷ്ടപ്പെട്ടേക്കാം, അതേമാതിരി ആണുങ്ങൾക്ക് ഭാര്യ നഷ്ടപ്പെട്ടേക്കാം, മക്കൾ നഷ്ടപ്പെട്ടേക്കാം. ഇതെല്ലാം, ഈ ചതികളെല്ലാം ഇതിലുള്ളതാണ്. അതുകൊണ്ട് അത് നല്ലോണം സൂക്ഷിച്ചിട്ട് വേണം നിങ്ങൾ ലൈവിൽ കൂടെ വരാനും ലൈവിൽ സംസാരിക്കാനും. ലൈവിൽ വന്നാൽ ലൈവിൽ വരിക, ലൈവിൽ സംസാരിക്കുക. അത് തീരുന്നതോടുകൂടെ ആ ബന്ധം തീരണം. ബന്ധം തീരണം എന്ന് വെച്ചാൽ നല്ല ബന്ധങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, മുന്നോട്ട് കൊണ്ടുപോകണേന്. പക്ഷെ അല്ലാത്ത ബന്ധങ്ങളും ഇതിലുണ്ട്. അതും കുറച്ചൊക്കെ മനസ്സിലായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിന് മുമ്പേയും ഇതുമാതിരി പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ലൈവിലൂടെ വന്നിട്ട് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ലൈവിലൂടെ വരുമ്പോൾ എല്ലാം കൂടപ്പറപ്പുകൾ, എല്ലാം നമ്മുടെ മക്കൾ, എല്ലാം നമ്മുടെ സഹോദരി സഹോദരന്മാർ എന്നുള്ള ചിന്തയല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ടുള്ള ചിന്ത വെച്ച് നിങ്ങൾ ലൈവിൽ കൂടെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ കുടുംബം തന്നെ നഷ്ടപ്പെട്ടേക്കാം. ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ ലൈവ് നടത്താൻ ഞാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് ഞാൻ കേൾക്കുന്നുണ്ട്. ഓരോ ഭാഗത്തുനിന്നും പലതും കേൾക്കുന്നുണ്ട്. കാരണം നമ്മളെ ലൈവിൽ വരുന്നത് എല്ലാവരും നല്ലവരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആണായാലും പെണ്ണായാലും എല്ലാവരും നല്ലതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളടുത്ത് നല്ലതുമാതിരി അഭിനയിച്ച് അതിൻ്റെ പിന്നാമ്പുറത്ത് പോയി വേറെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അതിലും ആണും പെണ്ണും ഉണ്ടാവും. അപ്പോൾ നോക്കേണ്ടതാരാ, ശ്രദ്ധിക്കേണ്ടതാരാ? നമ്മളാണ്. ലൈവിൽ വരുന്ന നമ്മളാണ്. എൻ്റെ ലൈവിൽ നിന്ന് ഇനി അങ്ങനെ ഒരു വേണ്ടാത്തൊരു സംഭവത്തിനായിട്ട് ഒരിക്കലും നിങ്ങളാരും വിചാരിക്കേണ്ട എൻ്റെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന്. എൻ്റെ ലൈവിൽ ഇനി ഒരാൾക്ക് ഞാനൊരു നമ്പർ വാങ്ങിക്കൊടുക്കാനോ അല്ല ഒരാളെ കൂട്ടി യോജിപ്പിക്കാനോ ഇതിനൊന്നും ഞാൻ നിൽക്കില്ല. എൻ്റെ ലൈവിൽ വന്ന് ആവശ്യമായ തമാശകളോ അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷങ്ങളും നിങ്ങളെ സങ്കടങ്ങളും ഞാനും പറയും, നിങ്ങളും പറയും, അത്രമാത്രം. പക്ഷെ ലൈവ് കഴിഞ്ഞ് പുറത്തു പോയി നിങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് എനിക്കറിയില്ല. നാളെ അതിൽ എൻ്റെ പേര് വരാൻ പാടില്ല. എൻ്റെ പേരതിൽ വന്നു കഴിഞ്ഞാൽ ആരായിരുന്നാലും ഞാൻ അതിന് പ്രതികരിക്കുക തന്നെ ചെയ്യും. അതിനെനിക്ക് പേടിയില്ല. കാരണം ഞാൻ ചെയ്യാത്തൊരു തെറ്റ് എൻ്റെ തലയിൽ കെട്ടി വയ്ക്കുമ്പോൾ ഞാനതിന് പ്രതികരിക്കും. അപ്പോൾ അതിന് പിന്നെ ഖദീജ അങ്ങനെ പറഞ്ഞു, താത്ത അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഞാൻ പറയേണ്ടത് സോഷ്യൽ മീഡിയയിൽ തന്നെ പറയും. ഞാൻ അതിനു വേണ്ടിയാണ് ലൈവിൽ വരുമ്പോഴും അല്ലാതെയും അതിനുള്ള വീഡിയോസ് ഞാൻ ഇട്ട് വെക്കുന്നത്. എല്ലാ സമയത്തും ഞാൻ പറയുന്നുണ്ട്. ആദ്യം നിങ്ങളെ കുടുംബങ്ങൾക്ക് വില കൊടുക്കുക, രണ്ടാമത് നിങ്ങളെ ജോലികൾക്ക് വില കൊടുക്കുക, അത് കഴിഞ്ഞ് 3-ാം സ്ഥാനം നിങ്ങൾ ലൈവിൽ കൊടുത്താൽ മതി. അത് എൻ്റെ ലൈവാണെങ്കിൽ പോലും എന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം ഞാൻ ആരും വന്നില്ലെങ്കിൽ നിർബന്ധിച്ച് ലൈവിലേക്ക് വരാൻ പറയാറില്ല. അവർക്ക് അവരുടെ കുടുംബത്തിൻ്റേതായ കാര്യങ്ങളുണ്ടാവും. കാരണം എനിക്കങ്ങനെയുണ്ട്. എൻ്റെ കുടുംബത്തിന് എനിക്ക് എപ്പോഴും ലൈവ് ഇടാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്ക് എനിക്ക് പോകണം. അപ്പോൾ അതേമാതിരി ഓരോ മനുഷ്യന്മാർക്കും അവരവരുടേതായ ആവശ്യങ്ങളും അല്ലാതെയും ഉണ്ടാവും.
ചിലപ്പോൾ മക്കൾ സമ്മതിക്കണം എന്നില്ല ഒരു ലൈവിൽ വരാം. അപ്പോൾ അവരെ നമ്മൾ നിർബന്ധിച്ച് വിളിക്കാൻ പാടില്ല. കാരണം അവരെ കുടുംബമാണ് അവർക്ക് വലുത്. അതുകൊണ്ട് അവരെ കുടുംബത്തെ നോക്കി അവരിരിക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ചെങ്കിൽ അതിൻ്റേതായ കാരണങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ആണായാലും പെണ്ണായാലും നിങ്ങൾ സൂക്ഷിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കുടുംബം നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളത് നല്ലോണം ആലോചിച്ചിട്ട് നിങ്ങൾ ലൈവിലേക്ക് വരിക, വേറുള്ളത് പ്രവർത്തിക്കുക. അപ്പോൾ എൻ്റെ ലൈവിൽ ഞാൻ നോക്കിക്കോളാം. ബാക്കിയുള്ളവർക്ക് നിങ്ങൾ പുറത്ത് പോയി ചെയ്യുന്നതൊക്കെ നിങ്ങൾ മാത്രമായിരിക്കും അതിൻ്റെ ഉത്തരവാദി. ഞാൻ അതിന് ഉത്തരവാദിയല്ല. അപ്പോൾ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വീണ്ടും കാണാം.